പ്രീഡിഗ്രിയൊക്കെ പഠിക്കുമ്പോൾ അന്ന് 2 രൂപയ്ക്കൊക്കെ കവിത വരുത്തർക്ക് സുവനീറിനകത്ത് വെക്കത്തില്ലേ അങ്ങനെ എഴുതി കൊടുക്കുന്ന കൂട്ടത്തിലുള്ളായിരുന്നു. 2006 ആ ആരംഭത്തിൽ മാത്രം പഴകി കേട്ട പാട്ട് ഇന്ന് ലോകം മൊത്തം കേൾക്കുക. എനിക്ക് തോന്നുന്നു എഴുത്തുകാർക്ക് പാടാൻ അറിയത്തില്ല, ചിലപ്പോൾ അങ്ങനെ ഇത് കാണും. എന്തുകൊണ്ടും അവർ തന്നെയാണ് ഇത്ര ജനകീയമാക്കിയത്. പഠിച്ചു തുടങ്ങി നമ്മൾക്ക് പറ്റിയ പണിയല്ല പാട്ടെന്ന് മനസ്സിലായി. മലയാളത്തിന്റെ MG ശ്രീകുമാർ ഇതിന്റെ മാതാവും പിതാവും ഒക്കെ അവൻ ഒരുപാട് ആൾക്കാർ ശ്രമം നടത്തി. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ, കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. മാന്യ പ്രേക്ഷകർക്ക് ജാലകം TV-യിലേക്ക് സ്വാഗതം. നമ്മുടെ ലോകം വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ്. അതിൽ കലകൾക്ക് മറ്റുള്ളതിനേതുപോലെ തന്നെ പ്രാധാന്യവുമുണ്ട്. സർഗാത്മക കഴിവുകൾ ഉള്ള ഒട്ടേറെ അനുഗ്രഹീത കലാകാരന്മാർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അറിയപ്പെടാതെ പോകുന്നുണ്ട്. അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമ്മുടെ ജാലകം TV-ക്കുള്ളത്. മികച്ച ഗാനങ്ങൾ രചിച്ചും സംഗീതം ചെയ്തും ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായി തീർന്ന സോപാന സംഗീതജ്ഞൻ ശ്രീ ബാബു നാരായണൻ ചേട്ടനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അരനേ ഭയനാശകനേ തിരുവൈരൂർവാസിതനേ, അരനേ ഭയനാശകനേ തിരുവൈരൂർവാസിതനേ. ബാബു ചേട്ടന് ജാലകം TV-യിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചേട്ടാ, 20 വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടൻ രചിച്ച ഒരു ഗാനമാണ് ചുനക്കര തിരുവൈരൂർ മഹാദേവ ക്ഷേത്രത്തിലെ നന്ദഗോവിന്ദം ഭജൻസിന്റെ പ്രോഗ്രാമിൽ വൈറലായത്. ആ ഒരു അനുഭവങ്ങളെ കുറിച്ച് ചേട്ടനൊന്ന് പറയാമോ? അത് എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു നിമിഷങ്ങളായിരുന്നു. അത് എഴുതിയിട്ടുണ്ടെങ്കിലും എഴുതിയതിന് എണ്ണമില്ല, കറക്റ്റാണ് എനിക്കറിയത്തില്ല എത്ര എഴുതണമെങ്കിലും. 1000 പുറത്തിട്ടുണ്ടെന്നറിയാം. എല്ലാ മേഖലയും, ഇപ്പം ലളിതഗാനമാണെങ്കിലും സിനിമാ പാട്ടാണെങ്കിലും പിന്നെ സോപാന സംഗീതമാണെങ്കിലും കവിതകളാണെങ്കിലും പിന്നെ ദേശഭക്തി ഗാനമാണെങ്കിലും സംഘഗാനങ്ങളാണെങ്കിലും ഭരതനാട്യ പദങ്ങൾ, കീർത്തനങ്ങൾ, മോഹിനിയാട്ട പദങ്ങൾ, ഇങ്ങനെ നാടൻ പാട്ടുകൾ, വിവിധ മേഖല എഴുതിയിട്ടുണ്ട്. ഇത്ര എഴുതിയിട്ട് നമ്മൾ ഈ ഒരു യൂട്യൂബിൽ വരെ കാസറ്റിനകത്ത് പേര് ഇങ്ങനെ വന്നു പോകുന്നൊന്നും അല്ലാതെ അതാരും വായിക്കുന്നില്ല. പാട്ട് പലതും എൻ്റെ ഒത്തിരി പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ട് ഒത്തിരി ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മുടെ പാട്ടാന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ ഇത് ഞാനങ്ങനെ പൊതുവെ പറയാറുമില്ല. എന്താ പറയുക, എൻ്റെ ആശാന് അവിടെ നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത്. എൻ്റെ ആശാന് ഈ പഠിപ്പിക്കുന്ന കൂടെ ഒപ്പം ആശാൻ ശൂരനാട് ശിവശങ്കര പണിക്കർ ഒപ്പം അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ബാബു നമ്മൾ എന്തെങ്കിലും പഠിച്ചു എന്ന് തോന്നുമോ, എന്തെങ്കിലും പഠിച്ചു എന്ന് തോന്നിയാൽ നമ്മുടെ പഠിത്തം നിൽക്കുവാണ്. തോന്നിക്കഴിയുമ്പോൾ അവിടെ എത്തിയല്ലോ, അങ്ങനെ ഒരിക്കലും തോന്നൽ അദ്ദേഹം പറഞ്ഞ്. പിന്നെ പടിയിറക്കമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ഇതിൻ്റെ അവകാശവാദങ്ങളോ അതിൽ ഞാൻ പ്രീഡിഗ്രിയൊക്കെ പഠിക്കുമ്പോൾ അന്ന് 2 രൂപയ്ക്കൊക്കെ കവിത വരുത്തർക്ക് സുവനീറിനകത്ത് വെക്കത്തില്ലേ അങ്ങനെ എഴുതി കൊടുക്കുന്ന കൂട്ടത്തിലുള്ളായിരുന്നു. ഇന്നിപ്പോൾ 2 രൂപ കിട്ടും. പിന്നെ ഇപ്പം നന്ദമുതലോട്ട് വന്നാൽ അവിചാരിതമായിട്ട് ഞാനവിടെ വന്നത് 2 ദിവസം മുമ്പാണ് തോന്നുന്നത് എൻ്റെ നമ്പർ കിട്ടുന്നവർക്ക്. എന്നെ വിളിച്ചു. അപ്പോൾ അവർക്ക് ഭജൻ കണക്ട് ഉണ്ട്, VIP-കൾക്ക് വേണ്ടി പരിപാടി മാന്നാറ്. അപ്പോൾ ചേട്ടാ വരണം, ഞങ്ങൾക്കും പാടാൻ, ചേട്ടനോട് പാടണം, ചേട്ടൻ ഞങ്ങളോടൊപ്പം പാടണം. ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ നാട്ടിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, ചുനക്കരയിലേ ചിലപ്പോൾ ഇനി പ്രോഗ്രാമില്ല, ചിലപ്പോൾ വരാൻ നോക്കാമെന്ന് ഞാൻ പറയാം. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അവിടെ വന്നിരുന്ന് അവർ അനൗൺസ് ചെയ്തു. അന്ന് ആ പാട്ടിനെ കുറിച്ച് അത്ര ഇവർ പറയുന്നത് 20 വർഷത്തിന് മുമ്പുണ്ടായ പാട്ടാണെന്നും ഇത് വള്ളിയൊന്നും പടയനോട്ടം ക്ഷേത്രത്തിന് വേണ്ടി ഉണ്ടാക്കിയ പാട്ടാണ്. ഒരു ക്ഷേത്രത്തിന് ഉണ്ടാക്കിയ പാട്ടാണ്. 2006 ആ ആരംഭത്തിൽ മാത്രം പഴകി കേട്ട പാട്ട് ഇന്ന് ലോകം മൊത്തം കേൾക്കുക. അപ്പം അങ്ങനെ പറഞ്ഞു, 20 വർഷത്തിന് മുമ്പ് എഴുതിയ പാട്ടാണ്. അപ്പോൾ ബാബുച്ചേട്ടനും വരും, എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് എഴുതിയിരിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സ്റ്റേജിൻ്റെ ഏറ്റവും പുറയിലായിരുന്നു, ആയിരങ്ങളുടെ പുറയിലായിരുന്നു. എഴുന്നേറ്റ് ഇരുന്നു, അവർ പാടി തുടങ്ങി. ഞാനിരുന്നു. പിന്നെന്ത് സംഭവിച്ചു തരത്തില്ല. പിന്നെ നോക്കുമ്പോൾ അവിടുത്തെ ഈ തെക്കുമുറി കരക്കാരനെ കൂട്ടിക്കൊണ്ടുപോയി രാജാവിനെ കൊണ്ടുവന്ന് 2 സൈഡിലും. എനിക്ക് ഈ പൊതുവേദി പണ്ടുവിട്ട പേടിയാ, ഈ സംസാരിക്കാനൊക്കെ പേടികൾ കൊടുത്തില്ല. പ്രസംഗം അങ്ങനെ അത്ര വശമില്ല. നമുക്ക് ഈ പറഞ്ഞ് വെറുപ്പിക്കാനോ ചിലരോട് പറഞ്ഞ് വെറുപ്പിക്കും, ചില രണ്ടും നമുക്കറിയത്തില്ല, പേടിയാണ്. പക്ഷെ ഇവർ പൊക്കിക്കൊണ്ട് പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയാൽ അവരെന്നെ അല്ല കൊണ്ടുപോകുന്നത്, ദാരികൻ്റെ ശിരസവിധ പാട്ടിനെ കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ തന്നെ പേടിക്കുന്നത്. ഞാനെന്താ പറയുന്നത്, പച്ചയ ബാബുനാരായണനല്ലോ കൊണ്ടുപോയത്.
ആ പാട്ടിനെ കൊണ്ടുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. സ്റ്റേജിൽ ചെന്നു ഞാൻ പോകുമ്പോൾ രണ്ട് സൈഡിലും ഇത് പ്രത്യേകം നാട്ടുകാർക്ക് മൊത്തം അറിയും പാട്ടറിയാൻ. ഈ അടുത്ത സമയത്ത് ചേട്ടൻ പറയുന്നുണ്ട് ഈ ദേശീയഗാനം ചിലർക്ക് അറിയാൻ സാധ്യത കുറവാണ് ചിലർക്ക്, പക്ഷേ ഈ പാട്ട് ഒരു വരി പോലും അറിയാത്താരുമില്ലെന്ന് ഒരാൾ ഈ ഇടയ്ക്ക് പറഞ്ഞത്. രണ്ട് സൈഡിലും ആൾക്കാരൊന്ന് പാടുന്നു പോകുന്നു. നവീൻ ചോദിച്ചേട്ടാ രണ്ട് പാട്ട് പാടുന്നു എന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നു എഴുത്തുകാർക്ക് പാടാൻ അറിയത്തില്ല, ചിലപ്പോൾ അങ്ങനെ ഇത് കാണും സംശയം പാടുന്നു. പാട്ടുകാരനൊന്നും എനിക്കറിയാം, ഞാൻ അറിയുമെന്ന് അദ്ദേഹത്തിന് അറിയുമെന്ന് എനിക്കറിയത്തില്ല. ചിലർ എഴുത്തുകാർ പാടത്തില്ലല്ലോ. ഞാൻ മൈക്ക് മേടിച്ചു, ടൈമിങ് കറക്റ്റാണ്. BG വായിച്ചപ്പോൾ പാടാൻ പറ്റി, അതിൻ്റെ ഒറിജിനൽ വെർഷൻ പാടാൻ പറ്റി. അതിനെ കേട്ട് എല്ലാവരും കേട്ട് പാടിക്കൊണ്ട് നടന്നതല്ലേ ഇത്. എല്ലാവരും പാടുമ്പോൾ ഒറിജിനൽ ഇതുവരെ കേട്ടിട്ടില്ലായിരുന്നു. ഒറിജിനലായിട്ട് വളരെ സന്തോഷമായി, ആവേശം. ഇപ്പം നന്ദഗോവിന്ദം ഭജൻസ് ആണല്ലോ, അവരുടെ അവതരണം കൊണ്ടാണ് ഈ ദാരികന്റെ എന്ന ഗാനം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്രയും എല്ലാവരും ജനഹൃദയങ്ങളെ ഏറ്റെടുത്തത്. അപ്പോൾ ഈ ഖ്യാതി ഈ സംഗീതത്തിന് ലഭിക്കുമെന്ന് ചേട്ടന് കരുതിയിരുന്നോ? ഈ പാട്ടിനല്ല, എൻ്റെ ഓരോ എഴുത്തിൻ്റെ പിന്നിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. ഞാൻ മുൻകൂട്ടി കണ്ടെഴുതുന്നില്ല എഴുത്തെനിക്ക്. പക്ഷെ ആ സമയത്ത് ആൾക്കാർക്ക് ചിലപ്പോൾ അത് പിടിച്ചെന്ന് വരില്ല. കുറേ കഴിയുമ്പോൾ കേൾക്കുമ്പോൾ അതൊരു ഭയങ്കര സംഭവമായിട്ട് പലർക്കും തോന്നാറുണ്ട്. ഞാൻ ഈ ട്രെൻഡിൻ്റെ പുറഭാഗത്താളാണ്, ട്രെൻഡിന് മുന്നേ സഞ്ചരിക്കാൻ എപ്പോഴും. അപ്പോൾ ഇത് 20 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പാട്ടാണ്. അന്ന് ഈ സോപാന സംഗീത ലോകത്ത് ഇത് തന്നെ ഹിറ്റാണ്. സോപാന സംഗീതം അറിയാവുന്നവർക്ക് ഇത് ഹിറ്റാണ്. അന്ന് MCODS അന്ന് ഇത് യൂട്യൂബിലിട്ടായിരുന്നു. അപ്പോൾ ഈ പുതിയ കലാകാരന്മാർ സോപാനക്കാർക്ക് കലാപഠിത്തത്തിന് 4-5 പാട്ട് അവർ പഠിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് പരിപാടിക്ക് ശോഭിക്കത്തില്ല. അത് ആ പാട്ട് അങ്ങനെയല്ല പറഞ്ഞാൽ ഇതല്ല, ഒരേ കാര്യങ്ങൾ 2 ദിവസം പാടേണ്ടി വരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. 80 കൂടുതൽ സോപാന സംഗീത കീർത്തനങ്ങൾ മാത്രം എൻ്റെ ഉണ്ട്. അപ്പോൾ ഇത് യൂട്യൂബിലൊക്കെ ആൾക്കാർ കണ്ടിട്ട് കാണാൻ പിടിച്ചിട്ട് അവർ പോയി പെർഫോം ചെയ്യും. അങ്ങനെയാണ് കുറേ സോപാന സംഗീത ലോകത്ത് തന്നെ ഹിറ്റാണ്. പക്ഷേ ഇത് ജനങ്ങളിലേക്ക് എത്തിയത് എന്തുകൊണ്ടും അവർ തന്നെയാണ് ഇത്ര ജനകീയമാക്കിയത്. കൊച്ചു കുഞ്ഞുങ്ങൾ പാടുന്ന വീഡിയോക്ക് എനിക്ക് അയച്ചിരുന്നത്. ഇപ്പം നവീനുമായിട്ടൊക്കെയുള്ള ബന്ധം ഇപ്പം എങ്ങനെയാണ്? വളരെ വളരെ നല്ലത്. ഇന്നും മെസ്സേജ് അയക്കും, ഞാനും മെസ്സേജ് അയക്കാറുണ്ട്, ചിലപ്പോൾ വിളിക്കും. അല്ല, എന്നാൽ ഇതുപോലെ നല്ലൊരു കലാകാരൻ, നമ്മൾ ഒരു കലാകാരൻ്റെ വേദിയിൽ മറ്റുള്ള അവസരം കൊടുക്കാത്ത ലോകത്താണ് അവർ നമ്മളെപ്പോലെ കലാകാരന്മാർ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. ഞാൻ നവീന് മെസ്സേജ് അയച്ചത് ഇതുപോലെ എനിക്ക് കുറേ കാര്യം അങ്ങോട്ട് അവരോട് പറയാനുണ്ട്. അവനോട് പുള്ളി മനസ്സിലാക്കണം, ചേട്ടാ അതൊന്നും പറയണ്ട, ചേട്ടാ ഒന്നും വിചാരിക്കേണ്ട, എല്ലാം ചേട്ടൻ്റെ കഴിവുകൊണ്ടാണ്, അല്ല ഞങ്ങളൊരു കാരണം ഉപകരണം മാത്രമായിരുന്നേ ഉള്ളൂ, ചേട്ടൻ വേറെ ഒന്നും വിചാരിക്കരുത്, എല്ലാം ചേട്ടൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങനെ. വിശ്വപ്രസിദ്ധമായ ആ കവിത നമുക്ക് ബാബുചേട്ടൻ തന്നെ പാടിയൊന്ന് കേട്ടാലോ? എന്താ, തീർച്ചയായിട്ടും. കാളി കാളി മഹാകാളി കാലകാല പ്രിയങ്കരീ കാമിതാർത്ഥപ്രദായിനി ഭദ്രകാളി നമോസ്തുതേ. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ, ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ, കാരിരുത്സവമായ നിൻ തിരുവാർമുടി ചുരുൾ കൈതൊഴാം, കാരിരുത്സവമായ നിൻ തിരുവാർമുടി ചുരുൾ കൈതൊഴാം. അപ്പോൾ ഈ ഗാനം സോപാന സംഗീതത്തിലാണല്ലോ ചേട്ടൻ ചെയ്തിരിക്കുന്നത്. എന്താണ് അതിനുള്ള കാരണം? എന്താണ് ഇത് കാരണം? ഇത് 2006 പറഞ്ഞില്ല, 2006 ഈ ഗാനം സംഭവിക്കുന്നത്. 2005 2006 അന്ന് ഞാൻ വള്ളികുന്നം പടയനോട്ടം ക്ഷേത്രമുണ്ട്, അവിടെ എൻ്റെ ഗുരുനാഥൻ്റെ മകൻ ശൂനയുടെ ഹരികുമാറായിരുന്നു സോപാന സംഗീതം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം കലാപീഠത്തിലെ പഠനമെല്ലാം കഴിച്ചു വന്നിട്ട് ഇപ്പോൾ ഡോക്ടറേറ്റ് എടുത്താണ് അതിനകത്തിൽ സോപാന സംഗീതത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന് പകരം ഞാനായിരുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടെ. അദ്ദേഹത്തിന് നല്ല തിരക്കുള്ളതുകൊണ്ട് ഇപ്പം ലാസ്റ്റ് വന്നപ്പം എനിക്ക് പകരം പുള്ളി വരുന്ന ആ രീതിയായി. ഞാൻ സ്ഥിരം പോകുന്ന ഞാനായിരുന്നു, അദ്ദേഹം നല്ല തിരക്കുള്ള മനുഷ്യനാണ്. അങ്ങനെ ആ ഉത്സവത്തിന് അവിടെ ഒരു മനോജ് സാറുണ്ട്, വള്ളികുന്നം മനോജ്. അദ്ദേഹം ഈ
ഈ പ്രതിഫലിച്ച കൂടാതെ എല്ലാ വർഷവും ഇങ്ങനെ അമ്പലത്തിലേക്ക് വരെ കുറച്ച് പാട്ടുകൾ ചെയ്തു കൊടുക്കും. അപ്പം അന്ന് അവിടുത്തെ എഴുത്തുകാർ വള്ളികുന്നം ശ്രീമോനുണ്ട്, പിന്നെ അവിടുത്തെ തന്നെ കീഴ്ശാന്തിയായിരുന്ന രാജീവ് നമ്പൂതിരി, ഇവരൊക്കെയാണ് അവിടുത്തെ ആസ്ഥാന എഴുത്തുകാർ. ഞാൻ എഴുതുന്നവർക്ക് അറിയത്തുമില്ല, നമ്മൾ പറയാനും പോകുന്നില്ല. പറഞ്ഞില്ല, നമ്മൾ പുറമോട്ട് ഉൾവലിഞ്ഞ് പോകുന്ന ഒരാളാണ്. ജോലിയൊക്കെ പാടുക വരുമ്പോൾ അങ്ങനെയൊക്കെ മാത്രമേ അല്ല പൊതുമണ്ഡലമൊക്കെ ഇടപെടാനോ അഭിപ്രായം പറയാൻ പോകത്തില്ല. എന്നിട്ട് അതിനകത്തൊരു ഒരു പാട്ടുണ്ടായിരുന്നു, അതിനകത്തൊരു നല്ല രസമുള്ളൊരു പാട്ടെന്ന് പറയുമ്പോൾ അതിനകത്തിലൊരു ട്യൂണിങ്ങനെ താരരരാരേ 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 ഇങ്ങോട്ട് ടൂണുണ്ട്. അപ്പോൾ ഇത് അവരെങ്ങനെയൊക്കെ എഴുതപ്പെട്ട ആ ഒരു ട്യൂണ് അന്ന് ഈ CD പാട്ട് ചെയ്യുന്ന അറിയോ, ഈ നമ്മുടെ കരോക്കെ എഴുതുന്നത് പാട്ട് ചെയ്യുന്നത് നല്ല ഭയങ്കര ചിലവല്ലെങ്കിൽ. അപ്പോൾ ഈ കരോക്കെ എഴുതാൻ അവർക്ക് ഒരു എന്താകത്തില്ല, രണ്ടുപേരും അത് കൊള്ളാത്ത ആ കരോക്കെ അന്ന് ഒരു എഴുതിയ രസമില്ലാത്ത രീതിയിൽ എഴുതി വെച്ചിരുന്നത് ഒറിജിനൽ സാധനം. എന്തോ മാനവരെന്നും ഭജിക്കുന്നൊരമ്പേ ദേവി, ഈ അമ്പലത്തിൻ്റെ ദേവി കുറക്കാവിൽ അമ്മയ്ക്ക് മംഗളം, മാനവരെന്നും ഭജിക്കുന്നൊരംബിക ദേവി കുറക്കാവിൽ അമ്മയ്ക്കു മംഗളം, ഇങ്ങനെ എഴുതി വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഇത് മനോജ് സാറിനോട് ഇവർക്ക് രണ്ടുപേരും നമുക്ക് നടക്കുന്നില്ല, അപ്പോൾ അവർക്ക് എഴുതാനൊരു, അപ്പോൾ ഈ പാട്ടങ്ങ് നിന്ന് പോകുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എഴുതാനുള്ള, അതുവരെ ഞാൻ എൻ്റെ ഫസ്റ്റ് പാട്ടിനെ പറയുന്നത് ദാരികനിലേക്ക് വരുന്നുള്ള കാരണമാണ്. അപ്പോൾ ഞാൻ എഴുതിയിട്ട് അവിടുത്തെ കഥ ചരിത്രം അമ്പലത്തിൻ്റെ കഥ പറയുന്നത്, ഐതിഹ്യം പറയുന്നത് പടയണി സമയത്ത് കുരവിടാൻ ആളില്ല എന്നപ്പോൾ ദേവിമാർ ചൂട്ടൻ്റെ വിളിച്ചിട്ട് കുരവിട്ടതാണ്. അപ്പോൾ ഞാൻ ആ സാധനം കൂടി എടുത്തിന് അഞ്ചോട്ടം വെച്ച്. പക്ഷെ അത് ആ CD അതിൽ ഒന്നാമത്തെ പാട്ടതായിരുന്നു, ഫസ്റ്റ് പാട്ടത് വെച്ച്. അതിങ്ങനെ പടയണിയാടിയുറഞ്ഞൊരു രാവിൽ പരിചൊടു ചൂട്ടിൻ പ്രഭയുമൊടുക്കി വടിവൊടു തിരുവുടലങ്ങു തെളിഞ്ഞു പടയണി വെട്ടത്തുടയോരേ ജയ, അങ്ങനെ പാട്. അത് കുറേ നല്ല വരി അങ്ങനെ അതോട്ട് ബന്ധപ്പെട്ട് എഴുതി വെച്ച്. അന്നേരമാണ് അവിടുത്തെ ഒരു മേൽശാന്തി NN നമ്പൂതിരി, നാരായണൻ നമ്പൂതിരി, പൗത്രമംഗലത്തെ അദ്ദേഹം ഈ ഹരികുമാറിനോട് ചോദിച്ചത്, മനസ്സോരോട് പറഞ്ഞായിരുന്നു നമുക്കൊരു സോപാന് ഇതെല്ലാം. ഹരികുമാർ നല്ല പാട്ടുകാരനാണല്ലോ, ഇന്ന് അദ്ദേഹത്തിനോട് പാടുന്ന ആരുമില്ല കേരളത്തിൽ. കുട്ടി ഓരോ സമയം പുള്ളി ഇടയ്ക്ക് വായിക്കുമെന്ന് പറയാം, നമ്മളെല്ലാവരും കൊട്ടുക, അത് ഇടയ്ക്കൊക്കെ രാഗങ്ങളൊക്കെ വായിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു പാട്ട് വേണം പുള്ളി ആ രാഗത്തിനകത്ത് വായിച്ചോണ്ട് മുത്തായിപ്പൂൽ രാഗത്തിലേക്ക് വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മനസ്സാർ ഒരു പാട്ട് ചെയ്താലെന്ന് ചോദിച്ചു. മനസ്സാൻ ചെയ്യാന്ന് പറഞ്ഞു. ആ ഒരു ഐഡിയ ഇല്ല, എന്തുകൊണ്ടും മനസ്സാറിൻ്റെ ഐഡിയ ഇല്ല. അപ്പോൾ ഹരികുമാറിന് എൻ്റെ വിശ്വാസമുണ്ട് എഴുതിയാൽ കൊള്ളായിരിക്കുമെന്ന്. അങ്ങനെ ഹരികുമാറിൻ്റെ എഴുതാൻ പറഞ്ഞ് അമ്പലത്തിൻ്റെ നടയിലിരുന്ന് 15-20 മിനിറ്റിനകത്ത് എഴുതിയ പാട്ടാണ് ദാരികൻ്റെ ശിരസ് ഓരോ രൂപിണി അംബിക. പിറ്റേ റെക്കോർഡിംഗ് ആയിരുന്നു, റെക്കോർഡിങ്ങാണ്. ഞങ്ങൾക്ക് റെക്കോർഡിങ് സ്റ്റൈലൊന്നും അറിയത്തില്ലെന്നോ, ആദ്യമായിട്ട് സ്റ്റുഡിയോ കയറുക, അവിടെ പാടി ഒറ്റയിട്ടൊക്കെ ഞങ്ങളോട് പാടി തീർത്തോ. അവിടെ അതിൻ്റെ തെറ്റും ആ പാട്ടിന് ഒത്തിരി പോരായ്മകളുണ്ട്, നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെയാണ് ദാരികൻ്റെ ശിരസ് കൊയ്തവൾ. ചാരുമൂട് ശ്രീ പാർത്ഥസാരഥിയിൽ പഠിച്ച ആ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? ചാരുമൂട് പാർത്ഥസാരഥി എൻ്റെ ജീവിതം ഞാനല്ല, ആരോ ഇങ്ങനെ വലിച്ചടിച്ച് എൻ്റെ മറ്റൊരു വഴി കൊണ്ടു നേരാവഴി തന്നെ ഇവർ കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ സംഗീതം പഠിക്കണം വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ചാരുമൂടിലൊരു സ്കൂൾ തുടങ്ങിയതായിരുന്നു, നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ അടുത്താണ്, പടിഞ്ഞാറായിരുന്നു ആദ്യം തുടങ്ങിയത്. സ്കൂളിൻ്റെ അടുത്ത്, പാരിതർ സ്കൂളിൻ്റെ അടുത്ത് അവിടെ പോയി പഠിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾക്ക് പറ്റിയ വടിയല്ല പാട്ടെന്ന് മനസ്സിലായി, എങ്കിലും പിടിച്ച് പരമാവധി ശ്രമിച്ചിരുന്നു. കൂട്ടത്തിൽ മൃഗം കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു, മൃഗത്തിനൊക്കെ കച്ചേരിക്ക് വെച്ചിട്ടുള്ള ഞാൻ കേട്ടോ, ഇപ്പോൾ കയ്യൊന്നും വരത്തില്ല. അപ്പോൾ അവിടെ ഭാർഗവ സാറ് എൻ്റെ സ്കൂളിൽ അധ്യാപനമായിരുന്നു. പിന്നെ അന്ന് പഠിപ്പിക്കാൻ വരുന്നത് ശൂരനാട് എൻ മധു, എൻ്റെ ഗുരുനാഥൻ. അദ്ദേഹത്തിൻ്റെ കഴിവ് എൻ്റെ എന്തെങ്കിലും ഉണ്ടായി കേട്ടോ. സംഗീതത്തിൽ തെറ്റുമൊത്തം എൻ്റെ തെറ്റെന്തെങ്കിലും മൊത്തം എൻ്റെ ഞാൻ വരുത്തി ചെയ്തിട്ടുള്ളതാണ്, ശരിയല്ല അദ്ദേഹത്തിൻ്റെ നമ്മുടെ ശിക്ഷണത്തിൻ്റെ. പിന്നെ മാസാൻ്റെ ശിക്ഷണത്തിൽ ചാരുമൂട്ടിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ അരങ്ങേറ്റം. അപ്പോൾ എനിക്ക് അന്നേരം നല്ല സുഹൃത്തുണ്ടായിരുന്നു. ഒന്നൊരു മണപ്പുള്ളൊരു രാജൻ ചേട്ടൻ ഇപ്പോഴും വിളിക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഹരിപ്രസാദ് വെട്ടിക്കോട്, ഒരു പ്രത്യേക കാലഘട്ടമായിരുന്നു, മറക്കാൻ പറ്റത്തില്ല. ജോലിക്ക് പോകുന്നു, പഠിക്കാൻ വരുന്നു, ഫീസ് കൊടുക്കണ്ടേ, ആവേശത്തിൻ്റെ പുറത്തെടുത്ത് ആടിയതാണ്. ചേട്ടാ, സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടുകൾ ഒന്ന് പറയാം. സിനിമയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ ഒരു 6 സിനിമ ആയിട്ടുണ്ട്. അതിനകത്ത് ഒരെണ്ണം OTT ഇറങ്ങിയത്. പിന്നെ ഒരു ഹിന്ദി പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഖോനിഗാവ്. ഒരു റീക്രിയേറ്ററുണ്ട്, ഞാൻ വളരെ രസമുള്ള ഞാൻ എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ഒന്ന് എഴുതിയിരിക്കുന്നത് അജിത് എസ് പിള്ള എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനുണ്ട്, ഞങ്ങൾ രണ്ടുകൂടാണ് അത് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ശ്രീയേട്ടൻ, മലയാളത്തിൻ്റെ ശ്രീയാണ് വളരെ മനോഹരമായിട്ട് പാട്ട് പാടിയിരിക്കുന്നത്. പിന്നെ തമിഴിൽ ഉയരെടുക്കും വരെ,
പിന്നെ മലയാളത്തിൽ എൻ്റെ കല്യാണം, ഒരു മഹാസംഭവം, ഇറങ്ങാൻ പോകുന്ന സിനിമ കേട്ടോ, എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സെൻസറിങ് എല്ലാം കഴിഞ്ഞു. അത് മധു കെ കൃഷ്ണൻ, അദ്ദേഹമാണ് അദ്ദേഹത്തിന് ഡയറക്ടർ. സരസ്വതി ഫിലിംസിൻ്റെ ബാനറിൽ പിന്നെ ബിജോയ് കൊല്ലമാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സിനിമയാണ്. പാട്ട് അൻവർ സാത്തൊക്കെ പാടിയിരിക്കുന്നത്. അത് കൊല്ലത്തെ കല്യാണം എന്ന് പറയാം. സിനിമ ഏതാ, കൊല്ലത്തെന്താണ് കല്യാണം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതാണ് ആ സിനിമ. സിനിമയിൽ പാടിയ ആ പാട്ടൊന്ന് രണ്ടുപേരും ഒന്ന് പാടാം. അത് വളരെ രസമാണ്. നമുക്ക് ഞാൻ പ്രൊമോട്ട് ചെയ്യാം, മദ്യത്തിന് പ്രൊമോട്ട് ചെയ്തൊരു പാട്ടാണ്. കുടിയന്മാരുടെ ദേശീയഗാനം അറിയപ്പെടുന്നത്. എൻ്റെ പാട്ടാന്ന് പലർക്കും അറിയത്തില്ല, പക്ഷേ പൊതുവെ എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. ഇത് കൗരവസേന സിനിമയ്ക്കത്തില്ല പാട്ട് വന്നിരിക്കുന്നത്. ഞങ്ങളത് നേരത്തെ ഒരു ആൽബം ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഒരു സിനിമയ്ക്ക് അത് ഉൾപ്പെടുത്തിയത്. പാട്ടിങ്ങനെയാണ്: ഇതുപോലൊരു സാധനമുണ്ടോ ഇനി ഇന്നീ ഭൂലോകത്ത്, ഉണ്ടാകാനൊരു തരമില്ല, കള്ളിനും മുകളൊന്നില്ല, കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം, അരിയോരരിയോരരിയോരരിയോരേ, അരിയോരരിയോരരിയോരരിയോരേ. ആണുങ്ങൾ കള്ളു കുടിക്കും, വഴിനീളെ ആടി നടക്കും, ആണുങ്ങൾ കള്ളു കുടിക്കും, വഴിനീളെ ആടി നടക്കും, അഭിമാനം നോക്കിയിടാതെ, അഭിമാനം നോക്കിയിടാതെ, ആപത്തിനു കൂടെ കാണും, കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം, അരിയോരരിയോരരിയോരരിയോരേ, അരിയോരരിയോരരിയോരരിയോരേ. പ്രശസ്ത ഗായകൻ നമ്മുടെ പ്രിയങ്കരനായ MG ശ്രീകുമാർ ചേട്ടനെ കൊണ്ട് പാട്ട് പാടിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇപ്പം കടന്നു വരുന്ന എന്താണ് പ്രശസ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചിത്രാരുണ്, ഇവരെ രണ്ടുപേരെയൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ പാടിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു അനുഭവത്തെക്കുറിച്ചൊന്ന് പറയാം. മലയാളത്തിൻ്റെ MG ശ്രീകുമാർ അദ്ദേഹം ചേർത്ത് പിടിക്കുക ചെയ്ത്. ഞാനൊരു ആശംസ വീഡിയോ എടുക്കാനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു പാട്ട് ചെയ്തിരുന്നോ, ഒരു കളരവാതുക്കൽ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിന് വേണ്ടി ഒരു അനീഷ് ഗോപിനാഥൻ്റെ കൂട്ടൻ എഴുതിയ പാട്ട് മ്യൂസിക് ചെയ്ത്. 60 വയസ്സ് പറയുന്ന അത് പറയണ്ടല്ലോ, അല്ലെങ്കിൽ 60 വയസ്സിന് മേളിലുള്ള ആൾ പാട്ട് പറയുന്ന കേട്ടോ, അത് പറയണ്ട. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചേട്ടാ ഇത് ഞങ്ങളുടെ അമ്പലത്തിലേക്ക് ഒരു ആശംസ പറയാമെന്ന് ചോദിച്ചു. ഈ പാട്ടിനെ കുറിച്ച് നീ വന്നേ, നീ പാട്ട് പഠിപ്പിച്ചേ, ഒരു കാര്യം ചെയ്തിട്ട് പഠിപ്പിക്കാൻ. ഞാൻ പഠിപ്പിക്കുന്നതായിട്ട് പുള്ളി പഠിപ്പിച്ച് അത് വീടെടുത്ത് പോസ്റ്റ് ചെയ്ത് 2 ദിവസം കൊണ്ട് 2 മില്യൺ ആൾക്കാർ. ഞാൻ വിചാരിച്ചറിഞ്ഞ് സുക്കൻബർഗ് തെറ്റിപ്പോയതായിരിക്കുന്നു. ഉത്തരവ് ചെലവുകളെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്തുവന്നേ. 2 ദിവസം ടക്ക് കഴിച്ചെങ്കിൽ അങ്ങനെ ചേർത്ത് ചിത്രാരുണിൻ്റെ കൂടെ എനിക്ക് നമ്മുടെ പാലക്കാട് സ്വർലയയുടെ പ്രോഗ്രാമിനൊക്കെ പാടാനുള്ള ഒരു അവസരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു അനുഭവം വളരെ എപ്പോഴും ഒരു സന്തോഷം. ചിത്രയുടെ പാട്ട് ഭയങ്കര രസമായിരുന്നു. 3 പാട്ട് ഇപ്പം അടുത്ത സമയത്ത് 3 പാട്ടാണ് പാടി തന്നത്. അതിനകത്ത് ഈ CD വേണ്ടിയിട്ട് 2 പാട്ട് ഞാൻ പറഞ്ഞ് പാടി അയച്ചാൽ മതി എന്ന്. അപ്പം നല്ല പ്രൊഫഷണൽക്കാരല്ലേ, നല്ല ചേട്ടൻ വന്നേ പറ്റും. അതിനകത്ത് ഒരു പാട്ട് ടാസ്ക്കായിരുന്നു. ഈ നമ്മൾ ഈ മൃദംഗമൊക്കെ പഠിച്ച താളമാണ് എൻ്റെ വീക്ക്നെസ് പാട്ടിൻ്റെ എല്ലാം. അപ്പം അതിനകത്തുള്ളൊരു കുണ്ടനാച്ചി എന്നൊരു താളം കേട്ടിട്ടുണ്ടോ? കുണ്ടനാച്ചി കേട്ടിട്ടുണ്ട്. കുണ്ടനാച്ചി ഒരു താളമുണ്ട്, താളപ്പെട്ടയില്ലാത്ത താളമാണ്. ഇത് 5/8 7 മിശ്രയപ്പം കണ്ടപ്പോൾ മിക്സ് ചെയ്ത സാധനം. അതായത് ഒരു പ്രത്യേക അനുഭവത്തിൽ തക്കിട്ട തക ദിമി താളം പിടിക്കാൻ പോലും പറ്റും. ഇങ്ങനെ തക്കിട്ട തക്ക തക്കിട്ട തക്ക ദിമി ഇതാളെങ്ങനെ പോകും. ഇവരെ പാട്ടി തങ്ങിയിരിക്കും. അപ്പോൾ ഈ ചിത്രാണ് അവർ ആർക്കൊക്കെ അയച്ചു കൊടുത്തു. ചിത്രാണ് ഇതെങ്ങനെയാണെന്ന് പറയുമ്പോൾ എന്ത് പാട്ടുകാരാണല്ലോ അയച്ചു കൊടുത്തിട്ട് അത് വന്ന് പുള്ളി നല്ല പാടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് പുള്ളിക്കാരെ പഠിച്ചില്ല, ചേട്ടൻ വന്ന് പാടിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ആ പാട്ടാണ്. പിന്നെ കുണ്ടനാച്ചി 3 പാട്ട് ഉണ്ട് കേട്ടോ ഇതുവരെ. അത് ഈ നമ്മുടെ ഈ എഴുന്നള്ളത്തുണ്ടല്ലോ, അത് പടയണി, പിന്നെ അമ്പലത്തിലെ ക്ഷേത്രങ്ങളെ ജീവിത എഴുന്നള്ളത്തിന് ഭഗവതിയുടെ എഴുന്നള്ളത്തിനാണ് ഈ താളം ഉപയോഗിക്കുന്നത്. അപ്പോൾ ദൈവം ഒരിക്കലും ഈ നല്ല താളത്തിലാണ് ഡാൻസ് ചെയ്യുന്നത്, അത് നടനം ചെയ്യുന്നത്. ഭദ്രകാളി ദാരിദ്ര്യ ഗീതത്തിന് ശേഷം കലിച്ചു വരുമല്ലോ, അത് ഡാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് താളം ഇല്ലാതെ മറ്റ താളത്തിൽ. അപ്പം അങ്ങനെ മറ്റ താളമാണ് ഈ കുണ്ടനാച്ചി. അതിനകത്തിലെ പാട്ട് കൃഷ്ണ കൃഷ്ണ മുളച്ചന്തര ശ്രീകൃഷ്ണ കൃഷ്ണ കൃഷ്ണ
മുളച്ചന്തര ശ്രീകൃഷ്ണ. ദാരികന്റെ എന്ന ഗാനത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വന്നിരുന്നു. ബാബുചേട്ടൻ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? രംഗത്ത് വന്നിരുന്നു വെച്ചാൽ പലരും ഈ കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലോ, ചിലർക്ക് ഇതിൻ്റെ പിതാവല്ല മാതാവായിക്കൊള്ളതിനാഗ്രഹം. അങ്ങനെ ചില ആദ്യ വേദികളൊക്കെ പറയുമ്പോൾ ഇതെവിടെ തന്നെ പലരും പറഞ്ഞു. പക്ഷേ ഇത് നമ്മുടെ റെക്കോർഡ് അന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും വിലപ്പോയില്ല. ഇതിൻ്റെ മാതാവും പിതാവും ഒക്കെ അവൻ ഒരുപാട് ആൾക്കാർ ശ്രമം നടത്തി. നമ്മളത് റെക്കോർഡ് ചെയ്തത് 2006 അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. MC എന്ന് തോന്നുന്നു അപ്ലോഡ് ചെയ്തിരിക്കുന്നത് 2006. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മഹത് വ്യക്തി രചനാ സംഗീതം ആലാപനം അവരിത് കണ്ടില്ലെന്ന് തോന്നി, ആദ്യത്തെ പോസ്റ്റ് കണ്ടില്ല എന്ന് എഴുതി വെച്ച് അങ്ങനെ വരെ പൊതുമണ്ഡലത്തിൽ പറയുന്നതല്ലാതെ അങ്ങനെ. പക്ഷെ അതൊക്കെ ഈ ഒരു ഒറ്റ പാട്ടോടുകൂടി അത് അദ്ദേഹം ചൂനാട് അരുമാർ ഒന്ന് പാടിയപ്പോൾ തന്നെ ഇതിൻ്റെ മൊത്തം പൊളിച്ചെഴുതി കഴിഞ്ഞു. ഒറിജിനൽ ഇതുവരെ ആരും കേട്ടിട്ടില്ല, എല്ലാവരും അവരോരോ ശൈലിയിൽ കേട്ടാൽ പാടിപ്പോയത്. എന്താണ് നമ്മളന്ന് ചിട്ടപ്പെടുത്തിയെന്നും അതിന് എന്തൊക്കെ ഫീല് അതിനത് പാടുന്ന പോലും ഇങ്ങനെയാണ്. കാരൂരിൽ സമമായ നിൻ തിരുവാർമുടിയ മുടിക്ക പ്രാധാന്യം കൊടുത്തത്. പലരും പാടുന്നത് നിൻ തിരുവാർമുടി എന്നാണ് പാടുന്നത്. അപ്പോഴത്തെ നമ്മൾ വിചാരിച്ച സാധനം പോയി. നിൻ തിരുവാർമുടി, ആ വാർമുടിക്ക് ഒത്തിരി പ്രത്യേകത ഉള്ള ഈ ദാരികനെ കൊല്ലാൻ വേണ്ടി ദാരികനെ വരം മേടിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിലും പുള്ളി പകലെ കൊല്ലാൻ പാടില്ല, രാത്രി പറ്റത്തില്ല, കൊല്ലുന്ന സ്ത്രീയെ എന്തായാലും ഒരു വരം കിട്ടാൻ ദൈവം കൊടുക്കുമല്ലോ. അപ്പോൾ ഈ അദ്ദേഹത്തിന് പറഞ്ഞ ഇതാണ്, പകലെ പുള്ളിയെ കൊല്ലാൻ പാടുള്ളൂ, ആണുങ്ങൾ കൊല്ലാൻ പാടില്ല, അത് കൊല്ലുന്നെങ്കിൽ അത് അയോനി ജാതയായിരിക്കണം. അതായത് പക്ഷേ അതുകൊണ്ട് എന്താ ശിവൻ 3-ാം കണ്ണിൽ നിന്ന് പറ്റിയിട്ട് ഭദ്രകാളിയെ ഇയാൾ പകല് കൊല്ലാൻ പറ്റത്തില്ലല്ലോ. അദ്ദേഹം ഭഗവതി എന്നിട്ട് ഈ ഇദ്ദേഹം വിളിച്ച് താമസിക്കുന്ന ഈ പരാക്രമമെല്ലാം രാത്രി കാണിച്ചിട്ട് ഈ അന്തിമാളത്തിൽ അദ്ദേഹത്തിൻ്റെ തല അന്തിമാളം അവിടെ പോയി പാത്തിരിക്കും. ഭഗവതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുടി അഴിച്ചിട്ട് സൂര്യനെ മറക്കരുത്, പുള്ളിയേറ്റ് രാത്രി എന്ന് പറഞ്ഞ് ഇദ്ദേഹം വെളിയിറങ്ങി അങ്ങനെ വധിക്കുന്നത്. അതുകൊണ്ടാണ് മുടിക്ക് പ്രാധാന്യം. തിരുവാർമുടി കാരൂരിൽ സമമായ തിരുവാർമുടി. അതുപോലെ അതിനിടയ്ക്കൊരു വരുന്നുണ്ട്, ഹാരമായ കപാലവും കടിസൂത്രം. കടിസൂത്രം എന്നും പറയും, കടിസൂത്രം എന്നും പറയും. മലയാള പദമാണ് കടിസൂത്രം, മറ്റേ സംസ്കൃതമാണല്ലോ കടി. അത് എല്ലാവരും പാടുന്നത് ഹാരമായ കപാലവും കടി സൂത്രം ഇങ്ങനെ പാടുന്നത്. ഹാരമായ കപാലവും കടി ഇങ്ങനെ പാടുന്നത്. കടി അതല്ല, ഹാരമായ കപാലവും കടിസൂത്രമായ കരങ്ങളും. ഇതാണ്